നിറയെ ചെടി വെള്ളം കംപ്ലീറ്റ് ചെടി കയറി അത് താഴ്ന്നു പോയിട്ടൊന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ ഉണ്ട് പക്ഷെ അതൊന്നും പോയി കംപ്ലീറ്റ് ചെടി ബാത്റൂമിൽ കാണാം വിണ്ട് പൊളിഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് കൊടുക്കുന്നതാണ്. രണ്ടാമതൊരു പഠനത്തിന്റെ കാര്യമാണ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ സിസ്മോളജിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അവർ മാഗ്നിറ്റ്യൂഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഫോർമലായിട്ട് പറഞ്ഞത് ചെറിയ ട്രമേഴ്സ് ഇങ്ങനെ എന്തായി പോകുന്നതാണ് നല്ലത് പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടറുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറും സ്റ്റാഫും ഉണ്ട്, ഹസാർഡ് ആൻഡ് റിസ്ക് ഉണ്ട്. അവരൊന്ന് വന്ന് കാണും. നമ്മളെല്ലാവരുടെയും ഇതടിച്ച് കോമന്റ് ബ്രോഷർ കോപ്പി ഞാനത് തന്നിട്ടുണ്ട്. വിള്ളലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫുൾ ടീം ഒന്ന് വിള്ളലുണ്ടായ വീടുകളൊന്ന് കാണാനായിട്ട് ഇന്ന് ഡിസ്ട്രിക്റ്റിൽ എത്തിയതാണ്. ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വിള്ളലുകൾ സംഭവിച്ച വീടുകളുടെ റിപ്പോർട്ട് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും ചേർന്നെടുക്കുന്നത് നമ്മൾ കോമ്പൻസേഷനായിട്ട് ഗവൺമെന്റിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ തവണ ഈ ഒരു ട്രെമർ ഫീൽ ചെയ്തതുകൊണ്ട് നമ്മൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിൽ നിന്നും ഇത് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നും പഠനം ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ KSDMAക്ക് കത്ത് നൽകിയിട്ടുണ്ട്. KSDMAയുടെ ആളുകളുമായി രാവിലെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരപ്പോൾ അതിനുള്ള കത്തുകൾ നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജിയിലേക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ട്രെമേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരിക്കലും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാതെ തുറസായ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. എർത്ത് നിലവിൽ എർത്ത് പോലുള്ള ഒരു സംഗതി നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ടെക്നിക്കലി നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ട്രെമേഴ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ബ്രോഷറും കാര്യങ്ങളും നമ്മൾ പഞ്ചായത്തിനും വില്ലേജ് ഓഫീസിലും സ്കൂളുകളിലും ചെയ്യുന്നു.